അരിഞ്ഞാട്ടം വേറെ നാഴിക പോടാം പുള്ളിയുടെ പൂന്ത് വിളയാട്ടം. മോഹൻലാലും ഗോകുലും ഗോപാലനും 24 ന്യൂസിലെ ദീപക് ധർമ്മടവും പിന്നെ അവനൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടി തുള്ളിക്കളിച്ച് നടക്കുന്ന ഈ നാട്ടിലെ സകല ആണുങ്ങളും വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു സ്ത്രീ എഴുതിയ തിരക്കഥ. അതിൻ്റെയൊക്കെ അപ്പുറം നമ്മളെ മലയാളത്തിന്റെ മഹാനടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ കോമാളിയായിട്ട് നായകൻ രക്ഷകനായിട്ട് അഭിനയിപ്പിക്കുക. The worst cameo ever in the history of his career. ഈ സിനിമ നായകന്റെ ഫാന്റസികളുടെ ഒരു ആഘോഷമാണ്. തനിക്കെതിരെ നിന്ന മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോവുക, പൂട്ടിയിടുക, വിലപേശുക, തന്നെ ചെറുപ്പത്തിൽ തൊട്ട് പീഡിപ്പിച്ച സകല മനുഷ്യരോടും പ്രതികാരം ചെയ്യുക. തട്ടിക്കൊണ്ടുപോകലും പ്രതികാരം ഇല്ലാത്ത ഒരു പരിപാടി നമ്മളെ നായകനില്ലാട്ടോ. പണ്ട് തൊട്ടേ റേപ്പ് ജോക്കുകളും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത ഊളത്തരങ്ങളും ഒക്കെ ശീലിച്ച ഒരാളുടെ പുതിയ സിനിമ ഇറങ്ങുമ്പോ അത് കാലം എത്ര മാറിയാലും പെമ്മക്കൾ എത്ര വലുതായാലും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. അല്ലാതെ സൂര്യൻ കിഴക്കുതിക്കുന്നുള്ളതല്ല. സിനിമയില് ധ്യാൻ ശ്രീനിവാസൻ വിനീതിനോട് പറയാ, രമണിയെ പണ്ട് അണ്ണൻ ഇതുപോലെ ഒന്ന് തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോന്ന് വെച്ച് വിനീതിന്റെ ഒരു അത്ഭുതം. രമണിയെ അണ്ണൻ കൊണ്ടുപോയിട്ട് കറന്നു. കറന്നോ? ആ, രമണി നാട്ടിലെ ഒരു പശുവാണ്. ഇതാണ് ഈ സിനിമയുടെ നിലവാരം, സ്റ്റാൻഡേർഡ്. ഇതാണ് അവരുടെയൊക്കെ സംസ്കാരം. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നേ.